അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. കുറച്ച് പരിപ്പും ഉഴുന്നും അരിയും എല്ലാം ചേർത്ത് അരച്ചിട്ട് ചട്നിയുടെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക്. നമ്മുടെ അടദോശ ഉണ്ടല്ലോ, അടദോശയുടെ ഏകദേശം ടേസ്റ്റ് വരുന്ന ഒരു സ്നാക്കാണ്. ഹോട്ടലുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, കാരാവട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാരാവടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വടയുടെ ഷേപ്പല്ല കാരാവടയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട്, പ്രത്യേകിച്ച് ഷേപ്പില്ലാതെ നമ്മളിങ്ങനെ കൈകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ പരിപ്പിൻ്റെയും ഉഴുന്നിൻ്റെയും അരിയുടെയും അളവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അരയ്ക്കുമ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ അങ്ങോട്ട് അരച്ചെടുക്കുക. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് അരയ്ക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാരാവടയിൽ നമ്മൾ കുരുമുളക് ചേർക്കും. കുരുമുളക് ചേർക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുരുമുളക് പൊട്ടിത്തെറിക്കാറുണ്ട്. അപ്പോൾ ആ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളൊന്ന് ചതച്ചിട്ട് കുരുമുളക് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഫൈനായിട്ട് പൊടിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചതയ്ക്കുക. ഓരോ കുരുമുളകും ഒന്ന് പൊട്ടുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നീങ്ങി നിന്നിട്ടൊക്കെ ചെയ്യുക. ഈ കുരുമുളക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിൽ. അപ്പോൾ തേങ്ങ ചട്നിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. പിന്നെ നമുക്ക് വെറുതെയും കഴിക്കാം. അപ്പോൾ നമുക്ക് സോസോ ചട്നിയോ ഒന്നും ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ഗ്ലാസ് ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുത്തോളൂ. അപ്പോൾ തൂരപ്പരിപ്പാണ് ഞാനിവിടെ ഇപ്പോൾ വട ഉണ്ടാക്കാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തൂരപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പീസ് പരിപ്പ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. പക്ഷെ തൂരപ്പരിപ്പിനാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഞാനൊരു സജഷൻ കൂടി പറയാം. ഞാൻ ഈ കാരവട കഴിച്ചത് എങ്ങനെയാന്ന് വെച്ചാല്, അന്നിവിടെ പരിപ്പ് പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചട്നിക്ക് പകരം ഞാൻ ആ പരിപ്പ് പായസത്തിൽ മുക്കിയാണ് ഞാൻ കാരവട കഴിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു. അതിനിപ്പോ പരിപ്പ് പായസം വെക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഇനിയിപ്പോ സേമിയ പായസമാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ സേമിയ പായസത്തിൽ മുക്കിയാണെങ്കിലും കഴിച്ചാലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കൂടെ ഒന്ന് കഴിച്ചു നോക്കിക്കോ. അത് വേറൊരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ കാരാവട കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കാരാവട കഴിക്കുന്നത് ചട്നിയിൽ മുക്കി അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൽ മുക്കിയിട്ട്, ഇല്ലെങ്കിൽ വെറുതെ കഴിച്ചിട്ട് ചായ കുടിക്കുക. അതാണ് എന്റെ രീതി. പക്ഷെ രാജുവേട്ടൻ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇനി രാത്രി ചപ്പാത്തി കഴിക്കണ്ടല്ലോ. ഞാനന്ന് സാധാരണ രാത്രി ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ ചപ്പാത്തി കഴിച്ചില്ല, കാരവട പരിപ്പ് പായസത്തിൽ മുക്കി കഴിച്ചിട്ട് ഞാനത് ഫുള്ള് എന്റെ വിശപ്പ് മാറുന്ന രീതിയിൽ അത്രയും കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പരിപ്പ് പായസോ സേമിയ പായസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറൈറ്റി കോമ്പിനേഷൻസ് ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇവിടെ കിച്ചൂസ് ഇതുപോലെ ചെയ്യാറുണ്ട്. കിച്ചൂസ് പഴംപൊരി മീൻകറിയിലും ഒക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ഓരോരുത്തർ ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പല രീതിയിലുള്ള കോമ്പിനേഷൻസ് കിട്ടുക. അപ്പോൾ എന്തായാലും നമുക്ക് കാരവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കാരവടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് ഉഴുന്ന്, അതുപോലെ തന്നെ 1/2 കപ്പ് പരിപ്പ്, 3/4 കപ്പ് പച്ചരി, ഇത്രയും ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുക. ഇതിലേക്കായിട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 14 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കായപ്പൊടി, പിന്നെ ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു സവോള ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു വട ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പും ഉഴുന്നും അരിയും കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പരിപ്പ്, വറ്റൽമുളക്, അരി, ഉഴുന്ന്, കായം എല്ലാം ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് അരച്ചെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പരിപ്പ് അരയ്ക്കുക, അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ചരി ചേർത്തരയ്ക്കുക. അതിൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. പിന്നെ ഉഴുന്നും വറ്റൽമുളകും അരിയും കായപ്പൊടിയും ചേർത്തരയ്ക്കുമ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കേണ്ടി വരും, എങ്കിലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണിത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം കുരുമുളക്. ഇത് പൊട്ടിത്തെറിക്കും എന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ മുഴുവനെ തന്നെ ചേർക്കുകയാണ്. പിന്നെ നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള,
അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നമ്മുടെ വടയുടെ പാകം കറക്റ്റ് ആയില്ല, വെള്ളം കൂടി, ഇനി എന്ത് ചെയ്യും എന്നൊന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 1-2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൂസായ പാകം കറക്റ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് മുറിച്ച് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവസാനം മാത്രം ഉപ്പ് ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപ്പിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, സവോളയും പരിപ്പും കൂടി മിക്സ് ആകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം ഉപ്പ് ചേർക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോഴേ ഞാൻ ഉപ്പ് ചേർക്കുള്ളൂ, ഇപ്പോൾ ഉപ്പ് ചേർക്കില്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ 10 മിനിറ്റ് മിക്സ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. മിക്സ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. ഇതിലേക്ക് ഇനി വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം വടയുടെ കൺസിസ്റ്റൻസി അല്ല, കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുകയാണ്. എൻ്റെ സ്പൂൺ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ചേർത്താലേ 1 ടേബിൾ സ്പൂൺ ആവുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയിട്ട് മാത്രം വട ഉണ്ടാക്കി തുടങ്ങുക. അപ്പോൾ ഞാൻ വട ഉണ്ടാക്കാനായിട്ട് എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. പിന്നെ കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി കൈ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മൾ ഓരോ ബോൾസായിട്ട് വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വട പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. ഞാനിതിപ്പോൾ ബോൾ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ ഉഴുന്നവടയ്ക്കൊക്കെ കൈ വെള്ളത്തിൽ മുക്കിയെടുക്കുന്ന പോലെ ഓരോ പ്രാവശ്യവും മുക്കിയെടുക്കുക. ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് വലിപ്പത്തിലുള്ള ബോൾസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ വടയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാമെന്ന് പറഞ്ഞല്ലോ. ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്, ചെറിയ തരിതരിപ്പോടെയാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്ക് ഷേപ്പൊന്നും ഇല്ലാതെയാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടുക. ആദ്യ ബാച്ചിൽ ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഇനിയിപ്പോൾ അടുത്ത ബാച്ചിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഒന്ന് കുക്കായി വരട്ടെ. സാധാരണ നമ്മൾ എല്ലാ പലഹാരങ്ങളും ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒരു സൈഡ് ഫ്രൈ ആയിരുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുക. അങ്ങനെ 2 സൈഡും തിരിച്ചിട്ട് ഒരുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ വടകൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിട്ട് വന്നോളും. അപ്പോൾ ഈ സൈഡും ഇതുപോലൊരു ഗോൾഡൻ കളറായി വരട്ടെ. അതുവരെ വീണ്ടും നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വടകൾ അടുത്ത സൈഡും കുക്കായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. വേണ്ട, റെഡിയായി വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിപ്പും ഇതൊന്നും കുക്കാവില്ല കേട്ടോ. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. കംപ്ലീറ്റ് കുക്കിംഗ് ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ബാച്ചായിട്ട് കുക്ക് ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കാര വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫുൾ ഇത്ര അല്ല കേട്ടോ, ഇനിയും ഒരു 2 പ്രാവശ്യം ഫ്രൈ ചെയ്യാനുള്ളുണ്ട്. ഞാനിപ്പോൾ 3 പ്രാവശ്യമേ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയാണ്, ഇൻസൈഡ് സോഫ്റ്റാണ്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ വലിപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്ന് തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കുക. കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ വെള്ളം കൂടി പോവുകയാണെങ്കിൽ കോൺഫ്ലോറോ അരിപ്പൊടിയോ ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞു. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ കുറച്ചുകൂടി ഹാർഡായിരിക്കും. കോൺഫ്ലോർ ആണെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം.